ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്ന് നമ്മളൊരു നിയോഗം വെച്ച് സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നത് സംഗീതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നീനു ജാക്സൺ അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബേബിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിമ്മ റോസ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിമ്മി റോസിലി മാത്യുവിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. റോസിലി സെബിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അലീന ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കാം. മീര ടോമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റോസ്മോളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബിന്ദുജ എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 4 പേരും വിദ്യാർത്ഥികളാണ് കേട്ടോ. അവരെല്ലാവരും നമുക്ക് ഓർത്ത് ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലെല്ലാം വലിയ കൃപകൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ, ഹാലേലുയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം തിരുവചനം. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. ഹാലേലുയ. ഇതിൻ്റെ പശ്ചാത്തലമെല്ലാം നമുക്കറിയാമല്ലേ. 12 വർഷം രക്തസ്രാവം മൂലം ആർക്കും സുഖപ്പെടുത്താനാവാത്ത വിധം വേദനയിൽ കഴിഞ്ഞൊരു മകളെക്കുറിച്ചാണ് ഈ സുവിശേഷം നമുക്ക് പങ്കുവെക്കുന്നത് അല്ലേ. ജനങ്ങളുടെ മുമ്പിൽ പോലും പോകാൻ പറ്റാത്ത ഒരു വ്യക്തി. പക്ഷേ ഈശോയിലുള്ള വിശ്വാസത്തെ പ്രതി അവൾ എന്ത് ചെയ്തു? ഈശോയുടെ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തെ തൊട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. പിന്നീട് നമുക്ക് വചനം വായിക്കുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കാര്യം അവിടെ നടന്നത്? വിശ്വാസത്തിൻ്റെ ശക്തി അവിടെ നിന്ന് പ്രവർത്തിച്ചു. യേശുവിൽ നിന്ന് അത്ഭുതകരമായ ദൈവിക ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി പുറപ്പെട്ടത് ഈശോ മനസ്സിലാക്കിയത് ആ മകള് വിശ്വാസത്തോടെ തൊട്ടതുകൊണ്ടാണ്. അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിച്ച എല്ലാവരും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ പഠിക്കുന്ന കുട്ടികളായ മീര ടോമി, റോസ്പോള്, ബിന്ദുജ, അലീന ജേക്കബ് എന്നിവരെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അവരുടെ പഠന മേഖലയിലെല്ലാം നല്ല അനുഗ്രഹം ഉണ്ടാകാൻ, ധാരാളം പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സായി പുതിയ വഴികളിലേക്ക് അവർ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ നൽകി ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന കുടുംബങ്ങൾ സാമ്പത്തികമായ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ